ജെൻസൺ, ഇടുക്കിയിലെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? പക്ഷേ തീർച്ചയായും ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ തുടരുന്നത്. പല ഭാഗങ്ങളിലും ശക്തമായ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞുകളും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിൽ മാട്ടുപ്പൊടി ഭാഗത്ത് മണ്ണിടിഞ്ഞുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി ദേശീയ പാതകളിലും പലയിടങ്ങളിലായി മണ്ണിടിഞ്ഞുകൊണ്ടിട്ടുണ്ട്. മൂന്നാർ ഉൾപ്പെട്ട അന്തർ സംസ്ഥാന പാതയിൽ രാത്രിയോടെ ശക്തമായ മഴയിൽ മണ്ണിടിഞ്ഞുകൊണ്ടും മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. കരുമാട് മേഖലയിലും സ്ഥിതി മറിച്ചല്ല. ഈ മേഖലയിലും ശക്തമായ കാറ്റും മഴയാണ് നടക്കുന്നത്. തുടർന്ന് ഇവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. 2 ദിവസമായി പലയിടങ്ങളിലും വൈദ്യുതി എത്തിയിട്ടില്ല. 2 ദിവസമായി ശക്തമായ മഴയാണ് ജില്ലയിലെ പല ഭാഗങ്ങളിലും രേഖപ്പെടുന്നത്. കല്ലാരൊട്ടി അണക്കെട്ട് തുറന്നിട്ടുണ്ട്. ഇവിടുന്ന് വെള്ളം തുറന്നിട്ടുണ്ട്. മുതിരപ്പുഴയിലടക്കം ശക്തമായ നീരൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ തോതിലുള്ള വെള്ളമാണ് ഇവിടെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നത്. ഇതോടെ ജില്ലാ ഭരണകൂടം മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. പലയിടങ്ങളിലും മണ്ണിടിച്ചൽ മേഖലയായ പെറ്റുമുടി, മൂന്നാർ മേഖല, ഹരഞ്ചി മേഖലയിൽ പലയിടങ്ങളിലും ആളുകളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പൊതുവാര്യങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത മേഖലയിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഇതിനോടകം നൽകി കഴിഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക സംഘം ഈ മേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പല ഭാഗങ്ങളിലുള്ളവരെയും ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മൂന്നാറിലെ അന്തോണിയാർ കോളനിയിൽ ശക്തമായ മഴ രേഖപ്പെടുത്തുന്നതിനെ തുടർന്ന് ഇവിടുത്തെ ആളുകളെ കഴിഞ്ഞ ദിവസം മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇവരിപ്പോൾ സുരക്ഷിത മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്ന് രാവിലെ നേരിയ തോതിൽ മഴയുടെ ശക്തി കുറച്ചിട്ടുണ്ടെങ്കിലും കാറ്റിന്റെ ശക്തി വളരെ കൂടുതലാണ്. അക്ഷയ, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.